ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ ഇതാ ഞാൻ ഒരു 1/2 ലിറ്റർ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പഞ്ചസാര ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് തിളയ്ക്കുമ്പോഴത്തേനും ഞാനിതാ ഒരു 3.5 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ചെറു ചൂടുവെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളയ്ക്കാനാകുമ്പോൾ ഞാനിത് അതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കും. ഇതിലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. പാത്രത്തിന് അടി പിടിക്കാതെ നോക്കണം. ഇത് നന്നായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഒരു അത്യാവശ്യം തിക്ക് പരുവം വരെ ഇളക്കണം. പിന്നെ മധുരമൊക്കെ ഉണ്ടോയെന്ന് പാകത്തിനുണ്ടോയെന്ന് നോക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വനില ഫ്ലേവറാണ് കസ്റ്റാർഡ് പൗഡർ. അതുകൊണ്ട് ഇനി വേറെ ടേസ്റ്റിനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അതിന് ടേസ്റ്റിനനുസരിച്ച് ഏലക്കപ്പൊടിയോ വനില എസൻസോ എന്ത് വേണമെങ്കിലും ചേർക്കാം, നമ്മളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് ആ ഫ്ലേവർ ഉള്ളതുകൊണ്ട് അതിലേക്ക് ഇനി വേറൊന്നും ചേർത്തില്ല. പാലും പഞ്ചസാരയും കസ്റ്റാർഡും ഇപ്പം നല്ലോണം ഇളക്കി തിക്കാവട്ടെ കേട്ടോ. ഇതുണ്ട് നമ്മുടെ കസ്റ്റാർഡ് ഇത്ര തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കാം. അപ്പം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. സ്ട്രോബെറി, കറുത്ത മുന്തിരി, പച്ചമുന്തിരി ഒക്കെ കുരുവില്ലാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നേന്ത്രപ്പഴം, ആപ്പിള്, ഇതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പഞ്ചസാരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അത് തണുത്തിട്ട് പഞ്ചസാരപ്പാനി ഇതിലൊഴിച്ചിട്ട് ഇളക്കി വെക്കും. കുറച്ച് നേരം ഇളക്കി വെച്ചതിന് ശേഷം ഒരു വേണമെങ്കിൽ 1/2 മണിക്കൂർ വയ്ക്കാം, നമ്മുടെ ഇഷ്ടം. 1/2 മണിക്കൂർ വെച്ചാൽ പഞ്ചസാരപ്പാനിയൊക്കെ ഇതിൽ പിടിച്ചൊന്ന് നന്നായിട്ട് പിടിച്ച് നല്ലൊരു സെറ്റാവും. എന്നിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് നമ്മളുടെ കസ്റ്റാർഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുണ്ടോ, നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം പഞ്ചസാരപ്പാനിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുക. അതുണ്ടോ, പഞ്ചസാരപ്പാനിയിൽ ഇങ്ങനെ മുക്കിയിട്ടാലുണ്ടല്ലോ ഫ്രൂട്ട്സിൻ്റെ ആപ്പിളിൻ്റെ ഒന്നും കളറ് മാറില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് നമ്മുടെ കസ്റ്റാർഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരപ്പാനി ചേർക്കണ്ട, അപ്പോൾ നമ്മളുടെ കസ്റ്റാർഡിൻ്റെ ആ തിക്നെസ് മാറി ലൂസായി പോവും. ഇതിൻ്റെ ഫ്രൂട്ട്സ് മാത്രം എടുത്തിട്ടാൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ സേമിയ വേവിച്ചിടാം, നമ്മുടെ സബ്ജ സീഡ് വേവിച്ചിടാം, അതൊക്കെ ഇടാം. പക്ഷെ ഞാനതൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ അതിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാം. നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയായിട്ട് ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. എന്താ പറയുക, ഈ തിക്കായിട്ടുള്ള ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോൾ അത് കുറച്ച് ലൂസാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, അത് ഫ്രിഡ്ജിൽ വെച്ചത് ഈ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് ഫ്രൂട്ട്സും ഒന്ന് വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ നേരത്ത് നമ്മളത് മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് കുറച്ച് ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് വല്ലാതെ തണുപ്പിച്ചില്ല, അധികം തണുപ്പിക്കാതെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണിത് കേട്ടോ. അറിയുന്നവർ ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.